ഇനി നമ്മൾ ഓൺലൈൻ ചികിത്സയുടെ മെച്ചങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ജോലി തിരക്ക് മൂലം ശരീരം ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകളിലും അതേപോലെ ഭക്ഷണം ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈൻ ചികിത്സ വളരെ ഫലപ്രദമാണ്. കാരണം അവർക്ക് നേരിട്ട് ഡോക്ടറെ പോയി കാണണ്ട, മരുന്ന് വീട്ടിലേക്ക് എത്തുന്നതാണ്. അതുപോലെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം ചികിത്സ നേരെ തന്നെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറിക്കിട്ടുകയും ചെയ്യും. അവർക്ക് ഡോക്ടറെ ക്ലിനിക്കിൽ പോയി കാത്തു നിന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റൊരാളെ അറിയിക്കാതെ തന്നെ ഓൺലൈൻ വഴി ഈ ഒരു അസുഖം മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓൺലൈൻ ചികിത്സയുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആളുകളിലും പൈൽസുള്ള ആ ഭാഗം നമുക്ക് ഡോക്ടർ നേരിട്ട് പരിശോധിക്കേണ്ട ആവശ്യം വന്നേക്കാം. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് പരിശോധന പരിമിതമാണ്. അങ്ങനെ ഒരു പോരായ്മ മാത്രമാണ് നമുക്ക് ഓൺലൈൻ ചികിത്സയിലുള്ളത്. എന്നാൽ ഇത് പരിഹരിക്കാൻ നമുക്ക് പലപ്പോഴും പ്രോക്ടോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി എന്നീ ടെസ്റ്റുകൾ വഴി നമുക്കത് വ്യക്തമായിട്ടൊരു ടെസ്റ്റ് വഴി നമുക്ക് നിർണ്ണയിക്കാവുന്നതും ഡോക്ടർക്ക് ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് നമുക്ക് അയക്കുന്നതിലൂടെ ആ ഭാഗത്തെക്കുറിച്ച്